നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 67 വയസ്സുള്ള പിതാവിനെക്കുറിച്ച് മക്കൾക്കുള്ള പ്രധാന പരാതി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സ്വഭാവത്തിൽ വല്ലാത്ത വ്യത്യാസം, വല്ലാത്ത മൂശേട്ട സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യമില്ലാത്ത സകല കാര്യങ്ങളിലും കയറി തലയിടും, അഭിപ്രായം പറയും. കുട്ടികളെ വളർത്തുന്നത് തൊട്ട് വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങളിൽ കയറി അനാവശ്യമായി ഇടപെട്ട് ബാക്കിയുള്ളവരെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പണ്ടൊന്നും ഇങ്ങനത്തെ സ്വഭാവമേ ഇല്ലായിരുന്നു ഇദ്ദേഹത്തിന്. വളരെ ശാന്ത സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു, വളരെ ജനാധിപത്യ ബോധമുള്ള വ്യക്തിയായിരുന്നു. സ്വന്തം ഭാര്യയെപ്പോലും നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടില്ല. കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് ഒരു നല്ല അച്ഛനായിരുന്നു, ഒരു നല്ല ഭർത്താവായിരുന്നു, ജോലി സ്ഥലത്തൊരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു, എല്ലാവരോടും നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞൊരു കൊല്ലമായിട്ട് 60 വയസ്സിൽ അദ്ദേഹം വിരമിച്ചു കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്ന്. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് വീട്ടിലുണ്ടായിട്ടും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷേ മക്കൾ രണ്ടുപേരും ഇപ്പോൾ ഉദ്യോഗസ്ഥരായി, അവർക്ക് മക്കൾ പിറന്നു. ഈ കൊച്ചുമക്കളോടൊപ്പമൊക്കെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു മുത്തച്ഛനായിരുന്നു ഇദ്ദേഹം. പക്ഷെ കഴിഞ്ഞൊരു കൊല്ലമായിട്ടാണ് ഈ സ്വഭാവത്തിൽ മാറ്റം വരുന്നത്. ഈ കുട്ടികൾ കൃത്യം 6 മണിക്കിരുന്ന് പഠിച്ചില്ലെങ്കിൽ അവരെ കയറി വഴക്ക് പറയാൻ ചെല്ലുക. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഭാര്യ വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ, പൈസ വെറുതെ കളയുകയാണ്, എൻ്റെ കൊച്ചുമക്കൾക്ക് കഴിയാൻ വേണ്ടിയുള്ള പൈസയാണ് എന്നൊക്കെ പറഞ്ഞ്, ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അടിസ്ഥാന സ്വഭാവവുമായിട്ട് ഒട്ടും യോജിച്ചു പോകുന്ന കാര്യങ്ങളെ അല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളായിട്ട് തോന്നുന്നു. അപ്പോൾ ഇവിടെയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു. ഈ വാർദ്ധക്യത്തിലൊക്കെ ഇങ്ങനെ പെരുമാറ്റ വ്യത്യാസങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഒരു 65 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്തരം പെരുമാറ്റ വ്യത്യാസങ്ങൾ വന്നാൽ തലച്ചോറിൻ്റെ ഘടനയിൽ എന്തെങ്കിലും തകരാറുകളുണ്ടോ, തലച്ചോറിൽ എന്തെങ്കിലും ട്യൂമർ പോലെയുള്ള സംഗതികളുണ്ടോ, തലച്ചോറിലെ കോശങ്ങൾ ജീർണിച്ചു പോകുന്ന മേധാക്ഷയ രോഗങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഗതികൾക്ക് പരിശോധനകൾ നടത്തി തലയുടെ സ്കാനൊക്കെ എടുത്ത് നോക്കി അതിലൊന്നും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നില്ല, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ കുടുംബത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അമ്മയുടെ സഹോദരങ്ങൾക്കുമൊക്കെ അൽസൈമേഴ്സ് രോഗത്തിൻ്റെ ചരിത്രമുണ്ട് താനും. നമ്മൾ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയും, ചില ഓർമ്മയുടെ അവസ്ഥ, തലച്ചോറിൻ്റെ ഉന്നത പ്രവർത്തനങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാനുള്ള ചില പരിശോധനകൾ നടത്തി നോക്കുമ്പോൾ അതിലൊന്നും വലിയ കുഴപ്പങ്ങളില്ല. പലപ്പോഴും ഈ മറവി രോഗം വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വാർദ്ധക്യത്തിൽ ചില പെരുമാറ്റ വ്യത്യാസങ്ങൾ വരും. അതൊരു പക്ഷേ നിർബന്ധ ബുദ്ധി, പിടിവാശി, ശാഠ്യം ഇത്തരം രൂപത്തിലായിരിക്കാം. സാധാരണ ഇല്ലാത്ത തരത്തിലുള്ള ദേഷ്യപ്രകടനങ്ങളുടെ രൂപത്തിലായിരിക്കാം. എല്ലാ കാര്യങ്ങളും കൃത്യമായ അടുക്കും ചിട്ടയിലും നടക്കണം, അല്ലെങ്കിൽ അതിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ രൂപത്തിലായിരിക്കാം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ രൂപത്തിലായിരിക്കും. ഇങ്ങനെ പല രൂപത്തിൽ നോൺ സ്പെസിഫിക് ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് എന്ന് പറയും. അതായത് ഒരു പ്രത്യേക രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചില പെരുമാറ്റ വ്യത്യാസങ്ങൾ. പക്ഷേ ആ പെരുമാറ്റ വ്യത്യാസങ്ങൾ പ്രകടമാണ്, കാരണം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അത് കുറച്ച് നേരമേ ഉള്ളൂ എങ്കിൽ പോലും മറ്റുള്ളവർക്കത് പ്രയാസമുണ്ടാക്കുന്നു, വീട്ടുകാർക്ക് പ്രയാസമുണ്ടാക്കുന്നു, അയൽവാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്നു. ഇത്തരം പെരുമാറ്റങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനെ മൈൽഡ് ബിഹേവിയറൽ ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ MBI എന്ന് പറയും. ഈ മേധാക്ഷയമൊക്കെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം പെരുമാറ്റ വ്യത്യാസങ്ങൾ പ്രകടമാകാം. ഈ പെരുമാറ്റ വ്യത്യാസങ്ങൾ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഓർമ്മയിൽ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, MCI എന്ന് പറയും. അതും കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പൂർണ്ണമായൊരു മേധാക്ഷയത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുക. കുടുംബത്തിൽ പാരമ്പര്യമായി അൽസൈമേഴ്സ് രോഗത്തിൻ്റെയോ മറ്റു മറവി രോഗങ്ങളുടെയോ ചരിത്രമുള്ള വ്യക്തികൾക്ക് 60 വയസ്സിന് ശേഷം എന്തെങ്കിലും പെരുമാറ്റ വ്യത്യാസങ്ങൾ വന്നാൽ ഒരു പക്ഷേ അത് ഈ മൈൽഡ് ബിഹേവിയറൽ ഇമ്പയർമെൻ്റ് എന്ന് പറയുന്ന മറവി രോഗത്തിൻ്റെ മുന്നോടിയായി വരുന്ന ലക്ഷണമാകാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം വ്യക്തികൾ നിശ്ചിതമായ ഇടവേളകളിൽ ഡോക്ടർമാരെ പോയി കണ്ട് കൃത്യമായി അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവരുടെ മേധാശക്തിയും ഓർമ്മശക്തിയും ഒക്കെ പരിശോധനകളോടെ നിർണ്ണയിച്ച് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് കൃത്യമായി അറിയേണ്ടത് ആവശ്യമാണ്. എന്തെങ്കിലും തരത്തിൽ ഓർമ്മയ്ക്ക് പോരായ്മകൾ വന്നു തുടങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ചികിത്സകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് വഷളാകാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ മറവി രോഗങ്ങൾ വളരെ വൈകിയാണ് കണ്ടെത്തപ്പെടുന്നത്. വളരെയധികം വഷളായ ശേഷമാണ് അത് തിരിച്ചറിയപ്പെടുന്നത്. ആ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അത് ചികിത്സിച്ചാൽ പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേന്നേക്കും. എന്നാൽ ഇത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ, തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഒരു 15 വർഷത്തോളം ഇത് വഷളാകാതെ കൊണ്ടുപോകാനൊക്കെ ഒരു പരിധി വരെ ചില വ്യക്തികളിലെങ്കിലും നമുക്ക് സാധിച്ചേക്കും.
അപ്പോൾ അൽസൈമേഴ്സോ മറ്റേതെങ്കിലും മറവി രോഗങ്ങളോ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, രക്തബന്ധം ഉള്ള വ്യക്തികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അത്തരം വ്യക്തികൾ 60 വയസ്സിന് ശേഷം ഇങ്ങനെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രദർശിപ്പിച്ചാൽ അത് മൈൽഡ് ബിഹേവിയറൽ ഇമ്പയർമെൻറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നിരീക്ഷണത്തിൽ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യമുള്ള പക്ഷം ഓർമ്മയ്ക്ക് ബുദ്ധിമുട്ട് വന്ന് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ചികിത്സ ആരംഭിച്ചാൽ ഇത് വഷളാകാതെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. നന്ദി, നമസ്കാരം.